കുറച്ചെങ്കിലും പെയിൻ സഹിച്ചിട്ട് പ്രസവിക്കണം എന്നുള്ളത് ഓരോ സെക്കൻഡ് എടുത്തിട്ട് തന്നെ ചിന്ത. ഞാൻ ഇത്രയല്ല കഷ്ടപ്പെട്ടത് ഞാൻ ഓർത്തുകൊണ്ടിരിക്കും. സെക്ഷൻ്റെ 2ാം സ്ഥാനം, നോർമൽ ഡെലിവറിക്ക് 1ാം സ്ഥാനം ആണ് ആൾക്കാരുടെ മെൻറ്റാലിറ്റി. സെക്ഷൻ ആയാലും നോർമൽ ആയാലും ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബിനെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് 5 വർഷം കാത്തു നിന്നിട്ടും സിസേറിയനായി വീണ്ടും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം പറയുന്നത് 5 വർഷം ഇതിനാണ് ഗ്യാപ്പ് വെച്ചത് എന്നുള്ളത്. ഒന്ന് ഫസ്റ്റ് സിസേറിയൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഉള്ളിൽ സ്റ്റിച്ച് തുടങ്ങണമെങ്കിൽ 2 വർഷം കഴിയണം. പിന്നെ അത് മാത്രമല്ല 4.5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ഡെലിവറിക്ക് ചെറിയൊരു ചാൻസ് ഉണ്ട്, ട്രൈ ചെയ്യാം. പിന്നെ വെച്ചാൽ പിന്നെ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഷെൻജുക്ക് വേണ്ടിയിട്ടാണ് ഞാൻ 5 വർഷം കൊടുത്തത്. കാരണം ഓൾ എനിക്ക് നല്ല രീതിയിൽ വളർത്തണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഓൾ കുഞ്ഞുള്ളപ്പോൾ തന്നെ 2ാമത്തെ ബേബി വരുമ്പോൾ ഓളെ ശരിക്കും കെയർ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ എനിക്ക് ഓളെ മാക്സിമം നല്ല രീതിയിൽ നോക്കണമെന്നുണ്ടായിരുന്നു. അതായത് ഓളെ കാര്യങ്ങളൊക്കെ ഓള് സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു ടൈം ആകുമ്പോൾ മതി എനിക്ക് നെക്സ്റ്റ് ബേബി എന്നുള്ളത് ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ അതുപോലെ തന്നെയാണ് നടന്നത്. അപ്പോൾ ഷെൻജുവിനെ ഞാനൊറ്റയ്ക്ക് കുളിപ്പിക്കാനും ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാനും ബാത്റൂമിൻ്റെ കാര്യങ്ങളൊക്കെ പോയാൽ ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്യാനും എല്ലാം പഠിപ്പിച്ചിട്ടാണ് ഞാൻ നെക്സ്റ്റ് ഡെലിവറി ആയതിപ്പോൾ. അതൊക്കെ ഓർക്കുമ്പോൾ അൽഹംദുലില്ലാ അതും കൂടി വിചാരിച്ചിട്ടാണ് ഞാൻ 5 വർഷം ഗ്യാപ്പ് എടുത്തത് കേട്ടോ. ഞാൻ വെറും നോർമൽ ആക്കാം ഉള്ളത് രീതിയിലല്ല, ഷെൻജുവിന് വേണ്ടിയിട്ട് പോകണം. ഷെൻജുവിന് മാക്സിമം നല്ല രീതിയിൽ നോക്കണം, നല്ല രീതിയിൽ അവർക്ക് സ്നേഹം കൊടുക്കണം. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞാൽ സ്നേഹം കൊടുക്കുക എന്നല്ല, 2 മക്കളാകുമ്പോൾ എന്തായാലും 2 മക്കൾക്കും കൊടുക്കണമല്ലോ. അപ്പോൾ ഓൾക്ക് മാത്രമായിട്ട് കുറച്ചെങ്കിലും സമയം വേണമെന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഇത്ര വർഷം ഗ്യാപ്പ് വന്നത്. പിന്നെ ഞാൻ നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങൾ ഞാൻ വെച്ചാൽ ഒരുപാട് കഷ്ടപ്പെട്ട് പര മാറി വന്ന് പുതിയ പറക്കേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ വീണ്ടും എൻ്റെ പഴയ പോലെ പണികളൊക്കെ എടുക്കാൻ തുടങ്ങിയത്. പഴയ പോലെ നല്ല പുതുതായിട്ട് പണികളൊക്കെ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ പ്രഗ്നൻസിനകത്ത് ബ്ലീഡിങ്ങും കാര്യങ്ങളുണ്ടായത് ഒരുപാട് ഫുള്ള് റെസ്റ്റിനാണ് ഏകദേശം എല്ലാം ഉണ്ടായത്. അപ്പോൾ പുതിയ പറക്കേക്ക് മാറിയ ശേഷമാണ് അത്യാവശ്യം പണികളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. എന്നാലും ഒരു 36 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചധികം എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. സ്ക്വാട്ടിങ്, ഡക്ക് വാക്കിങ്, പിന്നെ വാക്കിങ്, അങ്ങനെ എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. പുരയിൽ പണി ഇഷ്ടംപോലെ എടുക്കുന്നുണ്ട്. പക്ഷെ അത് വെച്ചാൽ നമ്മൾ കുക്ക് ചെയ്യുന്നത് മാത്രം, നമ്മൾ മണങ്ങോ കാര്യങ്ങളോ കുമ്മിയൊന്നും ചെയ്യുന്നില്ലല്ലോ. നമ്മൾ അടിക്കുന്നു, തുടക്കുന്നു, പിന്നെ ഫുഡ് ഉണ്ടാക്കുന്നു. അപ്പം അത് കൂടാണ്ട് ഞാൻ സമയം കണ്ടെത്തിയിട്ട് സമയം കിട്ടുമ്പോൾ അല്ല, ഞാൻ അതിനായിട്ട് സമയം കണ്ടെത്തുകയാണ് ചെയ്തത്. അതായത് ഒന്ന് രാത്രി നമ്മൾ അറിയാലോ പ്രഗ്നൻസി ലാസ്റ്റ് ടൈമൊക്കെ നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നിക്കൊണ്ടിരിക്കും. ആ ടൈമിലൊക്കെ എണീച്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ സ്ക്വാട്ടിങ് ചെയ്യും, ഒരു 10 സ്ക്വാട്ടിങ് ചെയ്യും. അതുകൊണ്ട് വീണ്ടും വയ്യ മൂത്രിക്കാനൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം വന്ന് കിടക്കുന്നതിന് മുമ്പ് സ്ക്വാട്ടിങ് ചെയ്യും. അതുപോലെ സുബീസ്കരിക്കുന്നതിന് മുമ്പ് സ്ക്വാട്ടിങ് ചെയ്യും. ഓരോ നിസ്കാരം ബാത്റൂമിൽ തൊട്ട് വന്ന് ഞാൻ സ്ക്വാട്ടിങ് ചെയ്യും. ഒരു ദിവസം ഒറ്റയടിക്ക് 50 സ്ക്വാട്ടിങ് വരെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരുന്നു. പക്ഷെ ഞാൻ ഓപ്പറേഷൻ ആണെങ്കിലും നോർമൽ ആണെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു, ഏതായാലും തയ്യാറായിരുന്നു. പക്ഷേ എനിക്ക് നോർമലാണ് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടില്ല, ആഗ്രഹമുണ്ടായിരുന്നു. പ്രതീക്ഷ വെച്ചാൽ ഏതായാലും എന്തായാലും അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണല്ലോ, എന്തായാലും ചെയ്തല്ലേ പറ്റുമോ, അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ നോർമൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ താൻ പാതി ദൈവം പാതി എന്നല്ലേ, അപ്പം എല്ലാം പഠിച്ചവനങ്ങനെ ഇട്ട് കൊടുത്താലും നമ്മൾ കുറച്ചങ്ങനെ ഒന്ന് ട്രൈ ചെയ്യേണ്ട ചോദിച്ചിട്ടാണ് ഇത്രയൊക്കെ ചെയ്തത്. പിന്നെ അതുകൂടാണ്ട് ഞാൻ റോഡിലൊക്കെ രാവിലെ ഒരു അരമണിക്കൂർ, ലാസ്റ്റ് ടൈം കേട്ടോ, രാവിലെ ഒരു അരമണിക്കൂർ, വൈകുന്നേരം അരമണിക്കൂറൊക്കെ കുറേ ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിന്. പക്ഷേ ഈ സ്ക്വാട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊന്നും ഇവിടെ ആരും അറിയൊന്നുമില്ല, ഞാനിങ്ങനെ എക്സസൈസ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ലാസ്റ്റ് ടൈം ചെക്കപ്പിന് പോയപ്പോൾ ഡോക്ടർ എക്സസൈസൊക്കെ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്യുന്നുണ്ട് പറയുമ്പോൾ എനിക്ക് പോലും അറിയുന്നത് എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കേട്ടോ.
പിന്നെ അതുപോലെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ടായി ഇങ്ങനെ എക്സസൈസൊക്കെ ചെയ്യാൻ. അപ്പോൾ ഞാനിങ്ങനെ പാതിരാക്കി എണീച്ച് വന്നാലൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ കോള് പറഞ്ഞു എനിക്കിത് പ്രാന്തുണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ലാതെ ടൈമൊന്നും കിട്ടൂല പണിൻ്റെ അടുക്കൊന്നും എന്ന് പറയും. ചിലപ്പോൾ അവർക്കൊക്കെ തോന്നുന്നുണ്ടാവും പാവം തന്നെ ഇത്രയെല്ലാം കഷ്ടപ്പെട്ടിട്ട് സിസേറിയനായെന്ന് വിചാരിക്കുന്നുണ്ടാവും ആയിക്കോട്ടാ. കാരണം എനിക്ക് പോലും ഒരുപാട് സങ്കടമുണ്ട്. ഇപ്പോൾ ഞാൻ അതാരും മൈൻഡ് മാറ്റിക്കൊണ്ട് വരുന്നത്. എനിക്ക് ഡെലിവറി കഴിഞ്ഞ പാടും ഞാൻ ഇത് ഓർത്തിട്ട് തന്നെ ഓരോ സെക്കൻഡ് എടുത്തിട്ട് തന്നെ ചിന്ത ഞാൻ ഇത്രയെല്ലാം കഷ്ടപ്പെട്ടെന്ന് ഞാൻ ഓർത്തുകൊണ്ടിരിക്കും. അത് ഓർക്കുമ്പോൾ ഇങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടം വരും. പക്ഷെ ഒന്ന് എൻ്റെ സിസേറിയൻ്റെ പെയിൻ കാരണം കരയാനൊന്നും പറ്റൂല, എന്താണ് സ്ട്രെസ്സ് എടുക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം സങ്കടം ഇങ്ങനെ ഇടയ്ക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. ബാത്റൂമിലൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് ബാത്റൂമിൽ ഇങ്ങനെ കരച്ച് വരും കേട്ടോ അത് ഓർക്കുമ്പോൾ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ഡെലിവറിക്കായിട്ട് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 25-നാണ് എൻ്റെ ഡേറ്റ്. അപ്പോൾ 21-ാം തീയതി പോകുമ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നത് ഒന്നും കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ച് വരാം, വെറുതെ അഡ്മിറ്റ് ആവേണ്ടെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണ് പോയി അഡ്മിറ്റ് ആകാൻ പറയുമ്പോൾ എനിക്ക് അങ്ങോട്ട് പറയാൻ തോന്നിയില്ല നമുക്ക് അഡ്മിറ്റ് ആകേണ്ട പോവാന്ന് അങ്ങനെ പറയാൻ തോന്നി. പക്ഷേ ഫ്ലൂയിഡ് കുറവ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞിന് ഫ്ലൂയിഡ് കുറച്ച് കുറവാണെന്ന് വയറ്റിലെന്ന് പറഞ്ഞിട്ടുണ്ടായതുകൊണ്ട് പിന്നെ അതുകൊണ്ട് അങ്ങോട്ടൊന്നും പറയാൻ പറ്റിയിട്ടുണ്ടായില്ല അഡ്മിറ്റ് ആകാൻ പറഞ്ഞേരം. അതുപോലെ ഞാൻ തന്നെ ഇങ്ങനെ പറയുന്നുണ്ടായി 40 വീക്ക് ഉണ്ട്, നമുക്ക് 25 വരെ ഡേറ്റ് ഉണ്ട്. 25-ൻ്റെ അന്ന് തന്നെ അല്ല ചിലപ്പോൾ ഡേറ്റിൻ്റെ അന്ന് ചിലപ്പം ഞാൻ വീഡിയോസിലൊക്കെ കാണിക്കുന്നുണ്ട്. ഫോറിൻ കൺട്രീസിലെല്ലാം 40 വീക്ക് കഴിഞ്ഞാൽ പോലും ഡെലിവറി ആവുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഏകദേശം 38-39 ആഴ്ച ആകുമ്പോഴത്തേക്കാണ് എല്ലാവരും ഡെലിവറി ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പോൾ എൻ്റേത് അങ്ങനെ ഡോക്ടർ കുറച്ച് ദിവസം ലീവെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓപ്പൺ ആയതിൻ്റെ അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് പറയുന്നതൊക്കെ അങ്ങനെ ഡേറ്റിന് മുമ്പ് അഡ്മിറ്റ് ആയി പ്രസവിച്ചവരൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവർക്കും ഒരുപോലെ ആണെന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നു എൻ്റെ ശരീരപ്രകൃത ചിലപ്പോൾ ഡേറ്റിൻ്റെ അന്നായിരിക്കും ഡെലിവറി ആവാനുള്ള പ്രോഗ്രസ് എൻ്റെ ശരീരത്തിൽ കാണിക്കുന്നതാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ സിസേറിയനായി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഫസ്റ്റത്തത് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നു, ഞാനിപ്പം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് അത് ആദ്യം 1 ദിവസം ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ 25-ാം തീയതി പോയിട്ട് പ്രസവിച്ചതിന് ഇപ്പം ഇങ്ങനെ വിചാരിക്കോട്ടെ. ചില സമയത്ത് എനിക്ക് എൻ്റെ ആ സങ്കടം കാര്യങ്ങളൊക്കെ ഇപ്പം ഇങ്ങനെ മാറിയെന്നൊന്നും പറയാൻ പറ്റില്ല. അത് ഞാൻ ചിന്തിക്കാതെ വിടുന്നു ഇപ്പം കുറച്ചൊക്കെ. കാരണം ഇപ്പം എനിക്ക് ഇങ്ങനെ സി സെക്ഷൻ്റെ പെയിനൊക്കെ ഇങ്ങനെ ചെറുതായി ഇങ്ങനെ മാറിക്കൊണ്ട് വരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് മാറിയതുകൊണ്ട് എൻ്റെ മൈൻഡ് കുറച്ച് ഫ്രീ ആയി. അല്ലെങ്കിൽ അതിൻ്റെ വേദന കൂടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ടൈമിൽ എനിക്ക് ഭയങ്കര ബേജാറാണുണ്ടായിരുന്നു. നോർമൽ ഡെലിവറി ആവാത്തതുകൊണ്ട് ഞാൻ ഈ വേദന വരുമ്പോഴൊക്കെ അതാണ് ചിന്തിക്കൽ കേട്ടോ. കാരണം നോർമൽ ഡെലിവറി ആണെങ്കിൽ ഇതൊക്കെ സഹിക്കേണ്ടി വരില്ലായിരുന്നു ചിന്തിച്ചിട്ട് ഇന്ന് സങ്കടം എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അത് ഓർത്തിട്ട് തന്നെ ഓരോ നിമിഷം ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ ഓരോ പെയിൻ അനുഭവിക്കുമ്പോഴൊക്കെ ഞാൻ അത് ഓർത്തിട്ടാണ് ഭയങ്കര ടെൻഷൻ ഉണ്ടായത് കേട്ടോ. ഓക്കെ, പിന്നെന്താണ് പറയാനുള്ളത്? അപ്പം സ്ക്വാട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഥ ഇതാണ്. പിന്നെ ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി കാര്യങ്ങൾ കുറവാണ്ടായത്. കാരണം സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ തോന്നുന്നതുകൊണ്ട് ഞാനങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയത് കുറവുണ്ട്. പക്ഷേ സ്ക്വാട്ടിങ് ആണ് ഏറ്റവും കൂടുതൽ ചെയ്തത് കേട്ടോ. നമ്മൾ പറയില്ല ബേബി ഇറങ്ങി വരാനും ബേബി താഴോട്ട് ഇറങ്ങി വരാനൊക്കെ ചെയ്യുന്നത് നല്ലതെന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. എല്ലാം വെറുതെ എന്ന് പറയാം. പിന്നെ താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അതുകൊണ്ട് എൻ്റെ ഭാഗത്ത് കുറച്ച് എന്തെങ്കിലും എഫേർട്ട് ഉണ്ടായിക്കോട്ടെ ജസ്റ്റ് അങ്ങനെ കൊടുത്തു. പിന്നെ അത് മാത്രമല്ല, പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കുറച്ചെങ്കിലും പെയിൻ സഹിച്ചിട്ട് പ്രസവിക്കണം എന്നുള്ളത്. അത് എൻ്റെ ഒരു മെൻറ്റാലിറ്റിയാണ്, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഒട്ടും പെയിനൊന്നും ഇല്ലാണ്ട് പോയിട്ട് പ്രസവിക്കുക, ഒരു ഓപ്പറേഷൻ്റെ ഡേറ്റ് തരാം പ്രസവിക്കുക എന്നുള്ളത്. എനിക്ക് അതിനോട് താല്പര്യമില്ല. അല്പമെങ്കിലും പെയിൻ അറിഞ്ഞിട്ട് പ്രസവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്താണെന്ന് എനിക്കറിയില്ല, അങ്ങനെ തോന്നാൻ കാരണം എന്താണെന്ന് അറിയില്ല. പിന്നെ തനി മലയാളി എന്നുള്ള ഒരു വീഡിയോയിൽ കണ്ട് അവർ ഡെലിവറി ആയത് സി സെക്ഷനാണ്. അപ്പോൾ അവരതിൽ പറയുന്നുണ്ട്, അവർക്ക് വന്ന കമൻസിന്ന് അവർ പറയുന്നുണ്ട് ഇപ്പം സി സെക്ഷന് 2ാം സ്ഥാനം നോർമൽ ഡെലിവറിക്ക് 1ാം സ്ഥാനം ആണ് ആൾക്കാരുടെ മെൻറ്റാലിറ്റി. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്ക് കുറച്ചെങ്കിലും പെയിൻ വന്ന് പ്രസവിക്കണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി വന്നത്. എനിക്ക് ചിലപ്പോൾ അതുകൊണ്ട് അറിയില്ല, അതുകൊണ്ടായിരിക്കാം അറിയില്ല കേട്ടോ. എനിക്ക് ഒട്ടും വേദനയില്ലാണ്ട് പോയപാട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് താല്പര്യമേ ഇല്ല. അതുകൊണ്ട് തന്നെ
എനിക്ക് ട്രിപ്പ് ഇട്ട് ഒരു 3 hours കുറച്ചെങ്കിലും പെയിൻ വന്നിട്ടാണ്. എന്ന് വെച്ചാൽ എന്താണ് ആ ലാബ് റൂമിൽ നിന്ന് ഒരിക്കൽ ഡോക്ടർ വേദന സഹിക്കുമെന്നെല്ലാം ചോദിച്ചപ്പോൾ ഓക്കെ ട്രൈ ചെയ്യാമെന്നെല്ലാം പറഞ്ഞ് ഹാപ്പിയായി ഞാൻ. പിന്നെ ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് വന്നിട്ട് 6 സെക്ഷൻ തന്നെ ചെയ്യാമെന്ന് ഡോക്ടറിനെ ഇങ്ങോട്ട് പറഞ്ഞപ്പം എനിക്കൊന്നും അങ്ങോട്ട് പറയാൻ പറ്റിയില്ല കേട്ടോ. ഞാനിപ്പോൾ ചിന്തിക്കും ഞാൻ എന്തുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി നോക്കിക്കൂടെയെന്ന് അങ്ങോട്ട് ചോദിക്കാതിരുന്നത്. എല്ലാ കാര്യങ്ങളും ഞാൻ അപ്പം ചോദിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചോദ്യം ഡോക്ടർ ചോദിച്ചില്ല എന്ന് എനിക്കറിയില്ല കേട്ടോ. അതിനാണ് ഡ്രിപ്പ് തീരാൻ കുറച്ചൊരു പകുതിയും കൂടി ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ചിന്തിക്കുക നമുക്ക് ആ ഡ്രിപ്പ് കഴിയുന്നവരെങ്കിലും ഒന്ന് നോക്കിക്കൂടെ എന്ന് ഡോക്ടറിനോട് പറഞ്ഞുകൂടെയെന്ന് ഞാൻ തന്നെ ഇപ്പോൾ ചിന്തിക്കൂട്ടാ. അതൊക്കെ ഓർക്കുമ്പോൾ സത്യം സങ്കടം വരും. പിന്നെന്താണ് അപ്പം പിന്നെ ഡോക്ടറിനെ ഇങ്ങോട്ട് പറഞ്ഞതുകൊണ്ട് ആർക്കും അങ്ങോട്ടൊന്നും പറയാനും പറ്റൂല. കാരണം ബാക്കിയെല്ലാം പിന്നെ നമ്മൾ റിസ്ക്കാണ്. കാരണം എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമുക്ക് ഡോക്ടറിനെ പറയാൻ പറ്റില്ല ഒന്നും. അപ്പോൾ ഡോക്ടർ ഇപ്പം ഓക്കെ നമുക്ക് ഇനി നോക്കാൻ പ്രശ്നമില്ല നോക്കാൻ പറ്റും എന്നല്ല പറയുകയാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ അവരെന്നെ ഇങ്ങോട്ട് ചെയ്യാം ട്രൈ ചെയ്യണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ മീറ്റർ എണീച്ചു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എത്രമാത്രം പറഞ്ഞു എന്ന് എനിക്കറിയില്ല. ചിലപ്പം വയ്യ വീഡിയോ അപ്ലോഡ് ആയി കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഓർമ്മയിട്ട് എന്നത് പറഞ്ഞില്ല അത് പറഞ്ഞില്ല എന്നൊക്കെ നിനക്ക് ഓർമ്മയിട്ട്. പിന്നെ ഞാൻ രാവിലെയും വൈകുന്നേരങ്ങളിൽ ലാസ്റ്റ് ടൈം ആവുമ്പോഴത്തേക്ക് അരമണിക്കൂർ രാവിലെ അരമണിക്കൂർ വൈകുന്നേരം അരമണിക്കൂറൊക്കെ നടക്കുക. ഉള്ളിൽ നിന്നല്ല റോഡ് വന്ന് അതൊക്കെ എല്ലാവരും കാണലുണ്ടായി ഞാൻ നടക്കലുണ്ടായിന്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് നോർമൽ ആവണിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് പക്ഷേ നടന്നില്ല. പിന്നെ അൽഹംദുലില്ലാ എന്താണ് ഞാൻ ഒരു വ്ളോഗിൽ പറയുന്നുണ്ട് സി സെക്ഷൻ ആയാലും നോർമൽ ആയാലും ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബിനെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ശരിയാണ് അൽഹംദുലില്ലാ അതിൽ അൽഹംദുലില്ലാ പറയുന്നു. ഓക്കെ പിന്നെ എന്താണ് പൊന്നു മോളെ കിട്ടി അൽഹംദുലില്ലാ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായത്. പിന്നെ ചില ആൾക്കാർ പറയുമല്ലോ എന്ത് കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല വിധിച്ചതേ വരൂ എന്ന് പറയുന്ന പോലെ ശരിയാണ്. ഇനി തലകുത്തി പറഞ്ഞിട്ടും കാര്യമില്ല. നിനക്ക് ഓപ്പറേഷനാണ് വിധിച്ചതെങ്കിൽ ഓപ്പറേഷൻ തന്നെ ആവും. നോർമലി വിധിച്ചിട്ടുണ്ടെങ്കിൽ നോർമലാവും. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ചില സമയത്ത് ഞാൻ കുറച്ച് ദിവസം ബാക്കോട്ട് കിട്ടി. അപ്പോഴും ഞാൻ ബാക്കോട്ട് കിട്ടി. ഞാൻ 25-ാം തീയതിയെ ഞാൻ അഡ്മിറ്റ് ആവുള്ളൂ എന്നുള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിചാരിക്കട്ടാ. വീണ്ടും ബാക്കോട്ടേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ടൈം പോയിട്ട് പ്രസവിച്ച് തന്നെ ചിലപ്പം നോർമലായിട്ടുണ്ടായിരുന്നെങ്കിലോ എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കും. പക്ഷെ കഴിഞ്ഞത് കഴിഞ്ഞു. ഫസ്റ്റ് ഇസ് പാസ്റ്റ് എന്നതാണ് ഞാൻ മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. എന്നാലും മനുഷ്യനല്ലേ അതോർത്ത് എന്താണ് ഓർക്കുമ്പോൾ സങ്കടം വരും. അപ്പോൾ ഇത്രയാണ് കഥ ഗൈസ്. നമ്മളെ നോർമൽ ഡെലിവറിക്ക് ഇത്രയൊക്കെ ട്രൈ ചെയ്തിട്ടൊന്നും നടന്നില്ല. അപ്പം ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നറിയില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വെച്ചാൽ എൻ്റെ സി സെക്ഷൻ കഴിഞ്ഞതിൻ്റെ എന്താണ് പെയിനും കാര്യങ്ങളൊക്കെ വേറൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ ചെയ്യുന്നതായിരിക്കും. അപ്പം പുതിയൊരു വീഡിയോ തന്നെ ബൈ.